ഓം ശ്രീനാരായണ പരമഗുരവേം നമഃ. സജ്ജനങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇൻസ്റ്റാഗ്രാമിലും മറ്റുമായി ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണുവാൻ സാധിക്കുകയുണ്ടായി. അതിനകത്ത് ഇപ്രകാരമാണ് തുടക്കത്തിലേ പറയുന്നത്: ഞാൻ ഒരുപാട് കാലമായി നിങ്ങളോട് പറയുന്നു, ഒരുപാട് പ്രാവശ്യമായി നിങ്ങളോട് പറയുന്നു, എന്നെ പൂജിക്കരുതെന്ന്. നിങ്ങൾ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ എന്നെ ഇതാ പിടിച്ച് ദൈവമാക്കി എന്നൊക്കെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വീഡിയോ, അതായത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ കാണുവാനിടയായി. ഇത് ഗുരുഭക്തരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. AI നിർമ്മിതമായിട്ടുള്ള ഇത്തരം കെട്ടിച്ചമയ്ക്കപ്പെട്ട ഇത്തരം വീഡിയോ, അതായത് സമൂഹത്തിലേക്ക് അഴിച്ചു വിടുന്നത് ഗുരുഭക്തരുടെ ആത്മവീര്യം തകർക്കാനും, അതായത് ഗുരുവിനെ വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് വെറും ഒരു ആളായിക്കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ അവതരിപ്പിച്ച് ഗുരുഭക്തരുടെ കൂട്ടായ്മ, അതായത് ഇവിടെ ഒന്നിക്കുന്ന ഒരവസ്ഥ, അതായത് ഗുരുഭക്തരെല്ലാം കൂടുമ്പോൾ ഇവിടെ ഒരു ഐക്യമുണ്ടാകുന്ന ഒരു അവസ്ഥ, ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട്, ഗുരുഭക്തരുടെ ഇടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരോ പടച്ചുവിടുന്ന ഇത്തരം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇത് പ്രചരിക്കുകയാണ്. ഇങ്ങനെ പ്രചരിക്കുന്ന ഈ വീഡിയോ നമ്മുടെ ഇടയിലും ഇത് ആൾക്കാർ കാണുവാനും, അവർ തന്നെ അറിവില്ലായ്മ കൊണ്ട് പലരും ആ ഒരു വീഡിയോ ഷെയർ ചെയ്തു പോകുന്നതിലുമായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന അബദ്ധം ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ അത് 100 പേര് കാണുന്നു. അങ്ങനെ 100 പേര് ഷെയർ ചെയ്യുമ്പോൾ ആ വീഡിയോ വൈറലായി അതൊരു ലോകം മുഴുവൻ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ ആ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് ശരി, ഓക്കെ, നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ സത്യമല്ലാത്ത വെറും കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഇത്തരം വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ ഗുരുവിൻ്റെ യശസ്സിന് ഭംഗം വരുത്തുന്ന ഇത്തരം വീഡിയോ നമ്മൾ ഗുരുഭക്തർ വേണം അതിനെ തടുത്തു നിർത്തേണ്ടത്. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് ആരാണ് ചെയ്യുക? ആരും ചെയ്യാനില്ല. ഇത് ഗുരുഭക്തരെന്ന് ഇന്ന ഒരു ജാതിയിലുള്ള എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുഭക്തരായിട്ടുള്ളവർ എല്ലാവരും ഇതിന് മുൻകൈ എടുത്ത് അത്തരം കുപ്രചരണങ്ങളെ ശക്തിയുക്തം എതിർക്കേണ്ട ആവശ്യകത വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നു, വീണ്ടും വീണ്ടും ഇത്തരം അപകീർത്തികരമായിട്ടുള്ള വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല പ്രാവശ്യം പറയുന്ന ഒരു കള്ളം അത് ഒരാൾക്ക് സത്യമായി തോന്നാം. ആ ഒരു നിലയിലേക്ക് ഇത്തരം വീഡിയോകളെ കൊണ്ട് ഇന്ന് എത്തിച്ചാൽ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഗുരുദേവൻ എന്നത് വെറും ഒരു സങ്കല്പമായിട്ടോ, അതായത് വെറും ഒരാളായിട്ട് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ആ ഒരു സ്ഥിതി നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ ഈ മുൻകൈ എടുത്ത് ഗുരുഭക്തരായിട്ടുള്ള നമ്മളേവരും ഇത് മുൻകൈ എടുത്ത് ഇത്തരം വീഡിയോകളെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ട്, സന്യാസി ശിഷ്യന്മാരുണ്ട്. ഇവരൊക്കെ എഴുതിയ ജീവചരിത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇത്തരം ഒരാളുടെയെങ്കിലും ജീവചരിത്രം വായിച്ചിട്ടുള്ള ആൾക്ക് ഗുരു ദൈവമല്ലെന്ന് പറയാൻ ഒരിക്കലും തോന്നത്തില്ല. അവരുടെയൊക്കെ ജീവചരിത്രങ്ങളിൽ അവർ ഗുരുവിനെ ഭഗവാനായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ആരും എന്നെ പൂജിക്കരുതെന്നും ഗുരു ഒരിടത്ത് പോലും ഗുരു എന്നെ പൂജിക്കരുത് എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സമൂഹത്തിലേക്ക് അഴിച്ചു വിടുകയാണ്, പടച്ചു വിടുകയാണ്. കൊള്ളേണ്ടടുത്ത് കൊള്ളട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ അഴിച്ചു വിടുന്ന കുപ്രചരണങ്ങളെ ഗുരുഭക്തർ തിരിച്ചറിയണമെന്ന് മാത്രം പറയുന്നു. മഹാഗുരുവിൻ്റെ പ്രയത്നഫലമായിട്ടാണ് ഇങ്ങനെ ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും അനാചാരങ്ങളും എല്ലാം നിർത്തലാക്കി ഇവിടെ മനുഷ്യനെ ശുദ്ധീകരിച്ച് ഇവിടെ ഒരു മനുഷ്യജന്മങ്ങളായിട്ട്, നല്ല ജന്മങ്ങളായിട്ട് ഈ മനുഷ്യരെ ഒക്കെ മാറ്റിയത് ഗുരുവിൻ്റെ പ്രയത്നഫലമായിട്ടാണെന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉടലെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രബുദ്ധ കേരളം എന്ന് പോലും നമ്മൾ പറയപ്പെടുന്നത്. അങ്ങനെ പ്രബുദ്ധ കേരളം ചുമ്മാ ഉണ്ടായതല്ല. ഗുരു നന്നായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഉടലെടുത്തതാണ് ഇവിടുത്തെ ഈ പ്രബുദ്ധ കേരളം. ഗുരു തന്നെയല്ല, ഗുരുവിൻ്റെ സമകാലികരായിട്ടുള്ള മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കളും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഗുരു മാത്രമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 90% ഗുരുവിൻ്റെ പ്രയത്ന ഫലമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള മഹാഗുരുവിനെ അറിയാൻ പാടില്ലാത്ത,
ഗുരുവിനെ പഠിക്കാത്ത, ഗുരുവിൻ്റെ ജീവചരിത്രമോ അല്ലെങ്കിൽ ദൈവദശകം ശരിയായിട്ടൊന്നും ചെല്ലാൻ അറിയാവുന്ന ആൾ കൂടിയാണോന്ന് അറിയത്തില്ല. ഗുരുവന്ദനം, ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു എന്ന് തുടങ്ങുന്ന അതുപോലും മര്യാദയ്ക്ക് ചൊല്ലാൻ അറിയാത്ത, അല്ലെങ്കിൽ ഗുരുവിനെ പറ്റി ബേസിക് നോളജ് പോലും ഇല്ലാത്ത ഇത്തരം ആൾക്കാർ ഇവിടെ ഷെയർ ചെയ്തു വിടുന്ന ഇത്തരം വീഡിയോ ഏതോ ഒരുത്തൻ പടച്ചു വിടും. അത് ഗുരുവാണെന്ന് ഉള്ള ഒരൊറ്റ ഇതിൽ അങ്ങ് ചുമ്മാ അറിയാതെ പോലും, അതായത് ഗുരുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നല്ലതാണ് പറയണതെന്ന് വിചാരിച്ച് അങ്ങനെ ഷെയർ ചെയ്തുന്ന, അറിവില്ലായ്മ കൊണ്ട് ഷെയർ ചെയ്ത പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ അങ്ങനത്തെ ആ ഒരു അറിവില്ലായ്മ, ഇത് എന്താണ് അതിൽ പറഞ്ഞു വെക്കണമെന്ന തത്വം എന്താണെന്ന്, അവരെന്താണ് ഉദ്ദേശിക്കണതെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല വീഡിയോ ആണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം ഗുരുവിനെ ഇകഴ്ത്തുന്ന ഇത്തരം വീഡിയോകളെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അതിനെ മനസ്സിലാക്കി അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളേണ്ടതാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. ഗുരുവിനെ നമ്മുടെ ഏറ്റവും നിരീശ്വരവാദിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം പോലും മഹാഗുരുവിനെ ജരാരുജാമൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സൽഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനെ ജയിക്കുക എന്നാണ് അദ്ദേഹം ആ സമാധിഗാനത്തിൽ പോലും പറയുന്നത്. ഗുരുസ്വാമിയെ ഭഗവാനായിട്ടാണ് നമ്മുടെ നിരീശ്വരവാദിയായിട്ടുള്ള, യുക്തിവാദിയായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ പോലും കരുതുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ഗുരു ദൈവമായിട്ട് തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ പോലും കാണുന്നത്. അങ്ങനെയുള്ള മഹാഗുരുവിനെ നമ്മൾ ഒരിക്കലും ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിനെ ശക്തിയുദ്ധം നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഗുരുഭക്തരായ ഓരോരുത്തരുടെയും കടമയാണ് ഇതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഗുരുദേവ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.